ഈ ഒരു സമയം എന്ന് പറയുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് കുട്ടികളിലെ മാനസിക സംഘർഷവും വളരെയേറെ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. യുനിസെഫിൻ്റെ ഈ അടുത്തുള്ള ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം 1.5 ബില്യൺ കുട്ടികളിലാണ് ഈ കൊറോണ, അതിനുശേഷം വന്ന ലോക്ക്ഡൗണും സ്കൂൾ അടയ്ക്കലും എല്ലാം നന്നായി അവരുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് 188 രാജ്യങ്ങളിൽ നടത്തിയ പഠന റിപ്പോർട്ടാണ് കേട്ടോ. അതിൽ പല ഏജിലുള്ള കുട്ടികളും ഉണ്ട്. 17 വയസ്സ് വരെയുള്ള കുട്ടികൾ അതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കേരളത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ തന്നെ നമുക്കറിയാൻ പറ്റും എത്ര പേരാണ് ആ ലോക്ക്ഡൗണിന് ശേഷം കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും എത്ര പേരാണ് അടുപ്പിച്ചടുപ്പിച്ച് സൂയിസൈഡ് ചെയ്തത്. അപ്പം മുതൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കുട്ടികളിൽ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച്. അപ്പോൾ ഒരുവിധം എല്ലാ പത്രങ്ങളിലും വരുന്ന എഡിറ്റോറിയലിലും അല്ലാതെ മാഗസിനിലും ഒക്കെ വരുന്ന വാർത്തകളും കാര്യങ്ങളും എല്ലാം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പം അങ്ങനെ വായിച്ച് കിട്ടിയ കുറച്ച് അറിവാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഏജ് ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ ഏജ് മുതൽ വലിയ ഒരു 10-17 വയസ്സ് വരെയുള്ളവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, കുട്ടികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു 7 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവരെ കൺവിൻസ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നാൽ കുറച്ച് വലിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരും വായിച്ചറിയുന്നുണ്ട്, അവരും പലതും കേട്ടറിയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവരുടെ മനസ്സിനെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുമുണ്ട്. അപ്പോൾ പല കാരണങ്ങളാണ് ഇതിന് എടുത്തു പറയുന്നത്. പ്രധാന കാരണമായി പറയുന്നത് സ്കൂൾ അടയ്ക്കൽ, കൂട്ടുകാരുമായിട്ടുള്ള മിംഗ്ലിങ് കുറഞ്ഞു, പഠിത്തം എങ്ങനെയാവും എന്നുള്ള ചിന്ത, അതെല്ലാം ഒരു കാരണമാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ തന്നെ ഫാമിലിയിലോ അടുത്തുള്ളവർക്കോ ആർക്കെങ്കിലും കൊറോണ ബാധിച്ച് അവർ ഹോസ്പിറ്റലൈസ് ചെയ്തു, പിന്നെ അവർ മരിച്ചു എന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, അതായത് ഇത് മരണത്തിലേക്ക് പോകുന്ന ഒരു അസുഖമാണ് എന്നുള്ള അത്തരത്തിലുള്ള ഒരു ടെൻഷൻസ് കുട്ടികളിൽ ഉണ്ടാവാം. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ടി വിയിലാണെങ്കിലും അല്ലെങ്കിൽ ഫോണിലാണെങ്കിലും വരുന്ന പല ന്യൂസുകളും അതിനെ കൊറോണ വൈറസിൻ്റെ ഭീകരത കാണിക്കുന്ന ന്യൂസുകൾ മാത്രം ശ്രദ്ധിക്കാതിരിക്കുക. അതിന് സോഫ്റ്റായിട്ടുള്ള എന്തെങ്കിലും നല്ല നല്ല വാർത്തകൾ കൂടി അവരെ കാണിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതലായിട്ടും അവരതിൻ്റെ ഭീകരത കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അത് അവരെ നന്നായി ബാധിക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ വന്നതിന് ശേഷമാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനം കൂടിയ അളവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പീഡനങ്ങൾ. അപ്പോൾ ഇത് എല്ലാ വയസ്സിൽപ്പെടുന്ന കുട്ടികളെയും നന്നായി ബാധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ഒരു ഗാർഹിക പീഡനത്തിൻ്റെ പേരിലല്ലേ ഒരു കുട്ടി കേരളത്തിൽ തന്നെ മരിച്ചു, സൂയിസൈഡ് ചെയ്തു. അതുപോലെ അവരുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം ഓൺലൈൻ പഠനമായി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പഠനം ഇങ്ങനെയാണ്, എനിക്കിനി പഠിക്കാൻ പറ്റൂ. അതായത് പലവരുടെയും അച്ഛനമ്മമാരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ടുണ്ടാവാം. അവർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വീട്ടിൽ പഠിക്കാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് പേടിച്ച് മരണത്തിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അതിനും ഉദാഹരണം കേരളത്തിലുണ്ടായതുമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് കുട്ടികളുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു പ്രത്യേക ഏജ് വിഭാഗത്തിൽപ്പെടുന്നവരെയാണ്. അതൊരു 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവരിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു പ്രായം മാത്രം എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ അത് അവരുടെ പ്രായത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഹോർമോണൽ ചേഞ്ച് ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും വരുന്ന സമയമാണത്. അത് മാനസികമായി നേരത്തെ ഒരു സംഘർഷം എല്ലാവരിലും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. ഇപ്പം നമ്മളാണെങ്കിൽ ആ ഒരു ഏജ് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെൻസസ് ആവുന്ന ആ ഒരു സമയമെല്ലാം നമുക്കൊരുപാട് ടെൻഷൻസ് അല്ലാതെ തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഓരോ കുട്ടികളും, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ആ ഹോർമോണൽ ചേഞ്ച് വരുന്നതിൻ്റെ അത് വേറൊരു ഭാഗത്തുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ കൂടി, പ്രത്യേകിച്ചും ആ ഒരു ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ആ സമയത്ത് അവർക്ക് ആ കൂട്ടുകാരുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇല്ലാണ്ടാവുകയാണ്. രണ്ടാമത്തെ കാര്യം, സ്കൂൾ അടച്ചു, ഫ്രണ്ട്സുമായിട്ടുള്ള നല്ലൊരു കോണ്ടാക്റ്റാണ് അവിടെ ഇല്ലാണ്ടായത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്. നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്തായാലും പാലിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നേരിട്ട് അവരെ പോയി കാണാനോ സംസാരിക്കാനോ ഒന്നും തന്നെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇനി ഫോണുണ്ട്, ശരിയാണ്, ഫോണിലൂടെ നമുക്ക് സംസാരിക്കാം. എങ്കിലും എത്ര കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് ഫോണ് എല്ലാവരും വാങ്ങിക്കൊടുക്കും? ഉണ്ടെങ്കിൽ തന്നെ അതൊരു ചെറിയ ശതമാനമല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെ കുട്ടികളുടെ മനസ്സിനെ നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്പോർട്സ് ഡേ, ആർട്സ് ഡേ, യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ ഉള്ളതെല്ലാം. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണോ ഈ പ്രായത്തിലുള്ളവരെയൊക്കെ ബാധിക്കുന്ന പ്രധാന കാരണങ്ങളെന്ന്. ഇതും ഒരു കാരണം തന്നെയാണ്. അത് തന്നെയാണ് എല്ലാ പഠനങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, അതൊക്കെ തന്നെയായിരുന്നില്ലേ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലോകം. അപ്പോൾ അതാണ് ഇല്ലാണ്ടായിരിക്കുന്നത്. അതൊരു വലിയ രീതിയിൽ തന്നെ അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ട് ഇരിക്കാം എന്നാണ്
എല്ലാ പഠന റിപ്പോർട്ടുകളും പറയുന്നത്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക സ്ഥിതി മോശമാവാം അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടിക്കലർന്ന് അവരുടെ മനസ്സിനെ വല്ലാണ്ട് സംഘർഷത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും, ആർക്കാണ് ഇതിൽ എന്തെങ്കിലും ചെയ്യാനുള്ളത്? തീർച്ചയായിട്ടും പാരൻസിന് തന്നെയാണ്, മാതാപിതാക്കൾക്ക് തന്നെയാണ്. കാരണം നമ്മളുടെ അടുത്താണ് കുട്ടികളിപ്പോൾ ഏറെ നേരം ചിലവാക്കുന്നത്. അപ്പോൾ നമ്മളാണ് എല്ലാം, അവരുടെ എന്ത് പ്രശ്നങ്ങളും തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനു മുമ്പായി ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കുട്ടികളിൽ വലിയൊരു മാറ്റം തോന്നുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് എന്ന് വെച്ചാൽ, അതായത് ഇത് പേടിപ്പെടുത്തല്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള ഓരോ റിപ്പോർട്ടിലും, അതുപോലെ തന്നെ യുണിസെഫിൻ്റെ റിപ്പോർട്ടിൽ വരെ കൂടുതലായിട്ട് ആൻസൈറ്റി കാണിക്കുന്ന, അതായത് ഭയങ്കരമായ ഉത്കണ്ഠ, അതുപോലെ രാത്രി തീരെ ഉറക്കമില്ലാതിരിക്കുക കുട്ടികൾ, അതുപോലെ പെട്ടെന്ന് പേടിച്ച് എണീറ്റ് കരയുക, അല്ലെങ്കിൽ പേടിച്ച് ഉറങ്ങാണ്ടിരിക്കുക, അതുപോലെ വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ഉൾവലിഞ്ഞ് ആരോടും മിണ്ടാണ്ടൊക്കെ ഇരിക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കൗൺസിലിങ്ങിന് അവരെ വിധേയരാക്കണം എന്നാണ്. കാരണം ഇത് പതിയെ മാറി ഒരു വലിയ ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഈ ഒരു സമയത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ നമ്മൾ പാരൻസിന് സാധിക്കും. അതിനെന്താ വേണ്ടത്? നിങ്ങളുടെ കുറച്ച് സമയം, അത് മാത്രം മതി. അവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കുക, നന്നായിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അവർ ആദ്യം ഒന്നും പറയണമെന്നില്ല, എങ്കിലും എന്നും അതൊരു എന്താ പറയുക, ടൈം ടേബിൾ പോലെ ഒരു ദിവസത്തിൽ ഉണ്ടാക്കി വയ്ക്കുക. അവരുമായിട്ട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. അതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഫേക്ക് ന്യൂസുകളും മറ്റും എന്താ പറയുക, പലതിലൂടെയും ഫോണിലൂടെയും ടി വിയിലൂടെയൊക്കെ ചിലതൊക്കെ അറിയുന്നുണ്ട്. അവരെ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ കൂടുതലായിട്ട് അവരുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താം. അത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ അവരിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. എത്ര സ്ട്രിക്റ്റ് ആയവരാണെങ്കിലും കുറച്ച് സമയം അവരുമായിട്ട് ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക, അതേറ്റവും പ്രധാനം തന്നെയാണ്. പിന്നെ വെറുതെ പഠിക്കുക എന്ന് പറഞ്ഞ് സ്ഥിരം ചെയ്യുന്ന പോലെ പ്രത്യേകിച്ച് ഈ സമയത്തെങ്കിലും കുറച്ച് നേരം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം അവർ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. അവരുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അതിനനുസരിച്ച് അവരുമായിട്ട് സംസാരിക്കുക, ഇടപഴകുകയൊക്കെ ചെയ്യുക. പിന്നെ അവരെയും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരെയും നിങ്ങളുടെ വീട്ടിലെ ചില കാര്യങ്ങളിലെല്ലാം ഉൾപ്പെടുത്തുക. കൂടുതൽ സമയം വീട്ടുകാരിലുള്ള ആളുകളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാൻ ഒന്നും കൂടി അവരെ മിങ്കിൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇതെല്ലാം തന്നെ ചെയ്യുക. അങ്ങനെ ആയാൽ തന്നെ കുട്ടികളുടെ മാനസിക സംഘർഷം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതിൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അവരുടെ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ അവരുടെ ആ സമപ്രായക്കാരുമായിട്ടുള്ള ഒരു കൂട്ട് അവർക്ക് വേണം. അതുകൊണ്ട് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഫോണിൽ കുറച്ച് നേരം അവരവരുടെ ഫ്രണ്ട്സിനെ വിളിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം മാത്രം ചിന്തിക്കുക, കാരണം കൊറോണ വൈറസിനെതിരെ ഓരോരോ വാക്സിനുകൾ ഓരോ നാടുകളിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലതും സക്സസ് ആയി വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വരെ കോവാക്സിൻ പോലെയുള്ള വാക്സിനുകളെല്ലാം വരാൻ പോവുകയാണ്. ട്രയലുകളും ഒക്കെ വിജയിച്ച് എന്തായാലും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഈ കൊറോണയെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ കുട്ടികളുടെ മനസ്സിൻ്റെ ആരോഗ്യം കൈവിട്ട് പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക്. അപ്പോൾ ഓക്കെ, ബൈ.